ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയതിനു ശേഷം ലോകം മറന്നുപോയ കാര്യങ്ങളാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം എന്നുള്ളത്. അത് ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി അല്ലെങ്കിൽ 2 വർഷത്തിനടുത്തായി നടക്കുന്ന സംഘർഷമാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ളത്. അഥവാ യുക്രൈനെ റഷ്യക്ക് കീഴിൽ ആക്കാൻ വേണ്ടി യുക്രൈൻ നാറ്റോയുമായി അടുത്ത സാഹചര്യത്തിൽ അമേരിക്കയും നാറ്റോ കക്ഷികളുമായി യുക്രൈൻ അടുക്കുന്ന സാഹചര്യത്തിൽ റഷ്യയുമായിട്ട് വളരെയധികം ബന്ധമുള്ള അതിർത്തി പങ്കിടുന്ന അത്തരത്തിൽ റഷ്യൻ ജനതയുമായി വംശീയപരമായി ബന്ധമുള്ള രാജ്യമായ യുക്രൈനെ റഷ്യക്ക് കീഴിൽ ആക്കാൻ വേണ്ടി നടത്തിയ റഷ്യയുടെ ഒരു ആക്രമണമായിരുന്നു യുക്രൈനെതിരെയുള്ള യുദ്ധം എന്നുള്ളത്. അത് വ്ളാഡിമിർ പുടിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി നടന്ന ആക്രമണമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഇത്രയും 1.5-2 വർഷത്തിനിടയിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. കാരണം ഇപ്പോഴത് പ്രധാനപ്പെട്ട ചർച്ചയായി മാറിയിരിക്കുന്നത് കൃത്യമായിട്ട് വ്ളാഡിമിർ പുടിന്റെ റഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. ആ പ്രതികരണം ഇപ്രകാരമാണ്. അതായത് അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, അമേരിക്കൻ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ റഷ്യക്ക് നേരെ നടത്തിയാൽ ഞങ്ങളുടെ ആണവ നയത്തിൽ ഞങ്ങൾ മാറ്റം വരുത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് പുടിൻ നടത്തിയിരിക്കുന്നത്. ഇത് വലിയൊരു സംഘർഷ സാഹചര്യമാണ് ലോകത്തുണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ നാറ്റോയിൽ അംഗമാകുന്നു, നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നു. അതോടൊപ്പം തന്നെ അമേരിക്ക വലിയ രീതിയിലുള്ള സാമ്പത്തികവും അതോടൊപ്പം തന്നെ ആയുധവും നൽകിക്കൊണ്ട് യുക്രൈനെ പിന്തുണയ്ക്കുന്നു. ഈ റഷ്യയുടെ അധിനിവേശം നടത്തിയതിനു ശേഷം, റഷ്യ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ യുക്രൈനിൽ തുടങ്ങി വെച്ചതിന് ശേഷം അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്നുള്ളത് റഷ്യ ആദ്യം കണക്ക് കൂട്ടിയ പോലെയുള്ള കാര്യങ്ങളിലേക്ക് നടന്നില്ല എന്നുള്ളതാണ്. കാരണം റഷ്യ എന്ന വലിയ സൈനിക, ലോകത്തിലെ തന്നെ പ്രബലമായ ശക്തി യുക്രൈൻ എന്നുള്ള ചെറിയ രാജ്യത്തിന് ദിവസങ്ങൾ കൊണ്ട് കീഴടക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അത് നാറ്റോ രാജ്യങ്ങൾ, നാറ്റോ സഖ്യരാജ്യങ്ങൾ യുക്രൈന് കൊടുക്കുന്ന പിന്തുണയാണ്, പ്രത്യേകിച്ചും അമേരിക്ക കൊടുക്കുന്ന പിന്തുണ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇവർ സ്ഥാപിച്ചിട്ടുള്ള ഡിഫൻസ് സിസ്റ്റമും ഡിഫൻസ് മെക്കാനിസവും ഒക്കെ മറികടന്നുകൊണ്ട് ഈ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ റഷ്യക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, യുക്രൈൻ പലപ്പോഴും ഇവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടികൾ നൽകുന്നുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ റഷ്യ വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. പക്ഷേ ഇതിനിടയിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ജോ ബൈഡന്റെ അധികാര കസേര ട്രംപിലേക്ക് മാറാൻ പോകുകയാണ്. ട്രംപും വ്ളാഡിമിർ പുടിനും ഒരു സൗഹൃദം സൂക്ഷിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ലോകമെമ്പാടും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ അധികാരം ഏൽക്കണമെങ്കിൽ ഇനിയും ജനുവരിയോട് കൂടി മാത്രമാണ് ട്രംപിന്റെ അധികാരം ഏൽക്കാനുള്ള സമയം എന്നുള്ളത്. ഇപ്പോൾ ഇത്തരം ജോ ബൈഡൻ, ഇപ്പോഴും നിലവിൽ ജോ ബൈഡനാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ളത്. അങ്ങനെ ജോ ബൈഡൻ ഒരു ഉത്തരവ് നൽകുകയാണ്, അഥവാ ഒരു അനുമതി പത്രം നൽകുകയാണ് അവരുടെ ആയുധങ്ങൾ റഷ്യക്ക് നേരെ പ്രയോഗിക്കാൻ. അതായത് യുക്രൈനിൽ നിന്ന് 300 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന മിസൈലുകൾ ഉപയോഗിക്കാം എന്നുള്ള അനുമതിയാണ് അമേരിക്ക നൽകിയത്. ഇതാണ് റഷ്യയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. റഷ്യ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഞങ്ങളുടെ ആണവ നയത്തിൽ ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ്. അഥവാ ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ അമേരിക്കൻ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളെയോ സിവിലിയൻ കേന്ദ്രങ്ങളെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് യുക്രൈൻ മുതിർന്നാൽ അത് വലിയ രീതിയിലുള്ള ആണവ യുദ്ധത്തിലേക്ക് നയിക്കും. അഥവാ ഞങ്ങൾ ആണവ ആയുധം പ്രയോഗിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ ആണവ നയത്തിൽ ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ്. ഇത് വലിയ സംഘർഷ സാഹചര്യമാണ് യൂറോപ്യൻ യൂണിയനെ അല്ലെങ്കിൽ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. കാരണം യൂറോപ്പിലെ രാജ്യങ്ങൾ പല രീതിയിൽ യുക്രൈനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കയും നാറ്റോയും അതോടൊപ്പം തന്നെ അതിനെ പിന്തുണക്കുന്ന രാജ്യങ്ങളും ഉണ്ടാകുമ്പോൾ റഷ്യയും പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റഷ്യ ആദ്യം മുതൽ കണക്ക് കൂട്ടിയ കാര്യങ്ങളിലേക്ക് ഇത് പോവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം റഷ്യക്ക് പുതിയ മിലിറ്ററി റിക്രൂട്ട്മെന്റുകളെ മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നതാണ്. അഥവാ സൈനികപരമായിട്ട് റഷ്യ വലിയ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. കാരണം അവിടുത്തെ യുവാക്കളുടെ ജനസംഖ്യ എന്നുള്ളത് കുറഞ്ഞു വരികയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് റഷ്യൻ സർക്കാർ ഈയിടെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കുടുംബവുമായി ബന്ധപ്പെട്ടാണ്. അതായത് കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക്, കുട്ടികൾ ഉണ്ടാക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി
വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പാക്കേജുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പ്രശ്നം എന്നുള്ളത് ഈ വർഷങ്ങളായി അവർ ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ പിന്തുടരുന്ന ഒരു കുടുംബാസൂത്രണ പദ്ധതികൾ പക്ഷെ അവരെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം റഷ്യയും ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്നുള്ളത് യുവാക്കളുടെ കുറവാണ്. കാരണം ഈ ഒരു കുടുംബാസൂത്രണം നടപ്പിലാക്കിയതിലൂടെ ഇത്തരം കുട്ടികൾ കൂടുതൽ ഉണ്ടാക്കുന്നതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തിയതിലൂടെ അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്നുള്ളത് അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് സത്യത്തിൽ അവിടുത്തെ വാർദ്ധക്യമായ ജനങ്ങളുടെ എണ്ണം കൂടിയെന്നാണ്, അഥവാ വൃദ്ധന്മാരുടെ എണ്ണം കൂടിയെന്നാണ്. ഇത് ഒരു രാജ്യത്തെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യമാണ്. കാരണം പുതിയ പണിയെടുക്കാൻ അല്ലെങ്കിൽ ഇത്തരം ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ യുവാക്കളില്ലാത്ത സാഹചര്യം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് റഷ്യ വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ നിന്നടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ റഷ്യക്ക് വേണ്ടി കൂലിപ്പടയാളികളെ യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരം റിക്രൂട്ട്മെന്റിലേക്ക് റഷ്യ കടക്കുന്നുള്ളത്. ഇപ്പോഴ് റഷ്യക്ക് സഹായമായിട്ട് മറ്റ് പ്രധാന ശക്തിയായി നിലകൊള്ളുന്നത് ചൈനയും ഉത്തര കൊറിയയുമാണ്. ചൈന ആയുധപരമായ സഹായങ്ങൾ നൽകുമ്പോൾ, ടെക്നോളജി പരമായ സഹായങ്ങൾ നൽകുമ്പോൾ, ഉത്തര കൊറിയ തങ്ങളുടെ 13,000-ഓളം സൈനികരെയാണ് റഷ്യക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി വിട്ടു നൽകിയിരിക്കുന്നത്. ഇത് വലിയൊരു സംഖ്യയാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത് ലോകത്തിലെ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഖ്യയാണ്. കാരണം 13,000-ഓളം സ്വന്തം സൈനികരെ റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഉത്തര കൊറിയ വിട്ടുകൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ആ ഒരു യുദ്ധത്തിൽ റഷ്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ കൃത്യമായിട്ട് വരച്ചു കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വലിയ രീതിയിലുള്ള അമേരിക്കൻ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇത് കടന്നാൽ ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുടിൻ ഇപ്പോഴും ഇത്തരം ഒരു നിലപാടിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ റഷ്യയിലെ പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് അവിടുത്തെ ഒരു ബങ്കർ സിസ്റ്റം ഒക്കെ തയ്യാറാക്കി നിൽക്കുകയാണ്. അഥവാ ആണവ ആക്രമണം തമ്മിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായാൽ, ആണവ യുദ്ധം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള സംവിധാനങ്ങളാണ് റഷ്യ നോക്കുന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ സംഘർഷ സാഹചര്യമാണ് ഇവിടത്തെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇത് ഒരു ഭാഗത്ത് ഇസ്രായേലിനും വളരെ വലിയ പ്രശ്നമാണ്. കാരണം യുക്രൈനുമായിട്ടുള്ള അല്ലെങ്കിൽ നാറ്റോ സഖ്യങ്ങളുടെ അമേരിക്കയുടെ ഒക്കെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട്. അതിനിടയിൽ റഷ്യയിൽ ഇത്തരത്തിലുള്ള യുക്രൈനുമായിട്ടുള്ള യുദ്ധവും അവർക്ക് തലവേദനയായിട്ട് മാറും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ യുക്രൈനുമായും റഷ്യയുമായും നയതന്ത്ര ബന്ധങ്ങളും ബിസിനസ് താല്പര്യങ്ങളും ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യമടക്കം ഇത്തരം ഒരു വലിയ യുദ്ധമുണ്ടായാൽ അത് നമ്മളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ലോകത്തെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന സാഹചര്യത്തിലേക്ക് എത്തുമെന്നുമാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആണവ ഭീഷണി പുടിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനുള്ള എന്ത് ശ്രമങ്ങളാണ് അമേരിക്ക നടത്തുക എന്നുള്ളതാണ്. അമേരിക്ക ഇതിൽ ചെയ്തിട്ടുള്ളത്, ഡൊണാൾഡ് ട്രംപ് എങ്ങാനും അധികാരത്തിൽ വന്നാൽ അത് ഈ യുദ്ധത്തെ എന്നത്തേക്കുമായി അവസാനിപ്പിക്കുകയും യുക്രൈന് പിന്തുണ നൽകുന്നത് നിർത്തുകയും ചെയ്യുമോ എന്നുള്ള സംശയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വലിയൊരു ഇത്തരം ഒരു ആക്രമണം നടത്തി യുദ്ധത്തെ എന്നേക്കും നിലനിർത്തുക എന്നുള്ള ഒരു തന്ത്രമാണോ ഇതിന്റെ പിറകിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും കാലം അമേരിക്കൻ മിസൈലുകൾ റഷ്യക്ക് നേരെ പ്രയോഗിക്കാനുള്ള അനുമതി അമേരിക്ക കൊടുത്തിരുന്നില്ല യുക്രൈനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇപ്പോഴാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്, ഒരു പ്രധാനപ്പെട്ട സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ, കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോഴും അറിയാത്ത കാര്യം, യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു, എത്ര പേർ പരിക്കേറ്റു എന്ന് കൃത്യമായിട്ട് കണക്കില്ല. ലോകത്തെ ഇപ്പോൾ ഫലസ്തീനും ലെബനനും ഒക്കെയുള്ള സംഘർഷങ്ങളിൽ കൃത്യമായിട്ടുള്ള കണക്കും അപ്ഡേറ്റുകളും വരുമ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നില്ല. എത്ര റഷ്യക്കാർ കൊല്ലപ്പെട്ടു, അല്ല എത്ര യുക്രൈനുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ പറ്റി ഒരു വിവരവും ഇരു രാജ്യങ്ങളും പുറത്തു വിടുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ലോകത്തെ വലിയ ഭീഷണിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും.